മുഖ്യമന്ത്രി പിണറായി വിജയനെ കരുത്തനായ ഭരണാധികാരി എന്ന് പ്രശംസിച്ച IAS ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യർക്കെതിരെ അണിയറ നീക്കം. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും വിജിലൻസിനും പരാതി. പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന ആരോപണം. വിവാദം ശക്തമാകുന്നു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർക്കെതിരെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് പരാതി. ഇടതുമുന്നണി സർക്കാരിന്റെ കടുത്ത വിമർശകനും VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന KM ഷാജഹാനാണ് ദിവ്യ എസ് അയ്യർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ വിജിലൻസിനും ഷാജഹാൻ പരാതി നൽകിയിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ദിവ്യ എസ് അയ്യർ നിരന്തരം ലംഘിക്കുന്നു എന്ന പരാതിയാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകിയിട്ടുള്ളത്. സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകി എന്നതാണ് വിജിലൻസിന് നൽകിയിട്ടുള്ള പരാതി. ഈ പരാതികൾക്ക് പിന്നിൽ കടുത്ത രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന ആരോപണം ഇതിനോടകം ശക്തമായി ഉയർന്നിട്ടുണ്ട്. സമീപകാലത്തായി മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ശക്തനായ ഭരണാധികാരി എന്ന വിധത്തിൽ ദിവ്യ പ്രശംസിച്ചിരുന്നു. കൂടാതെ സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടുകയും മറ്റ് CPM നേതാക്കളെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ UDFും BJPയും ദിവ്യക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് കേന്ദ്ര മന്ത്രാലയത്തിനും വിജിലൻസിനും പരാതി നൽകിക്കൊണ്ട് KM ഷാജഹാൻ രംഗത്ത് വന്നത്. ഇതിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്ന ആരോപണവും വളരെയധികം ശക്തമായിരിക്കുകയാണ്. ദിവ്യ എസ് അയ്യർ തിരുവനന്തപുരം സബ് കളക്ടർ ആയിരിക്കെ സ്വകാര്യ വ്യക്തിക്ക് ഭൂമി കൈമാറാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ദിവ്യ എസ് അയ്യർക്കും ഭർത്താവ് ശബരിനാഥിനുമെതിരെ രാഷ്ട്രീയ ആയുധമാക്കി BJPയും ഇടതുപക്ഷവും മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ പിന്നീട് ഈ വിധം ആരോപണങ്ങളിൽ നിന്നും ഇടതുപക്ഷം പിന്നോട്ടുപോയി. വർക്കല ആയിരൂരിൽ സ്വകാര്യ വ്യക്തിയുടെ കൈവശമുണ്ടായിരുന്ന 27 സെന്റ് ഭൂമി പുറമ്പോക്കാണെന്ന് റിപ്പോർട്ട് ചെയ്ത് തഹസിൽദാർ ഏറ്റെടുത്തിരുന്നു. ഇതിനെതിരെ സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചു. അതിൽ തീരുമാനമെടുക്കാൻ കോടതി സബ് കളക്ടറായിരുന്ന ദിവ്യ എസ് അയ്യരെ ചുമതലപ്പെടുത്തി. പരാതിക്കാരന്റെ വാദവും രേഖകളും പരിശോധിച്ച സബ് കളക്ടർ തഹസിൽദാരുടെ ഉത്തരവ് റദ്ദാക്കുകയും സ്വകാര്യ വ്യക്തിക്ക് ഭൂമി തിരിച്ചു നൽകുകയുമായിരുന്നു. ഈ വിഷയമാണ് വിഴിഞ്ഞം തുറമുഖം MD-യായ ദിവ്യ എസ് അയ്യർക്കെതിരായ ആയുധമാക്കി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. കോൺഗ്രസും BJPയും ഈ സാഹചര്യത്തെ പരമാവധി രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണെങ്കിലും പരസ്യമായി ദിവ്യ എസ് അയ്യരെ പിന്തുണയ്ക്കാൻ ഇടതുമുന്നണി നേതൃത്വം തയ്യാറായിട്ടില്ല. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ ശക്തമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഈ സംഭവ വികാസങ്ങൾ വഴിയൊരുക്കുമെന്നത് ഉറപ്പാണ്.